Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനിയത്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഇത് മനയ. ഹായ്. അപ്പോൾ ഇവളൊരു എക്സലൻറ്റ് കുക്കാണ്. അവളുടെ വകയാണ് ഇന്നത്തെ റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോംബെ സാൻഡ്വിച്ചാണ്. അത് ലഞ്ച് ബോക്സ് ഐറ്റമായിട്ടും ഒരു സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോംബെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താ പണിയാണ് നമ്മൾ ചെയ്യുന്നത്? 2 ഉരുളക്കിഴങ്ങ് ആദ്യം വേവിക്കാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കാസ്റ്റ് അയൺ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാൻ നമുക്ക്. ഏതെണ്ണയിലും മതിയോ? അതെ, ഏതെണ്ണയിലും മതി. എണ്ണ ചൂടായതിന് ശേഷം 2 ഉള്ളി, വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇടുക. നന്നായി വഴറ്റുക. ഉള്ളി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരേക്കും വഴറ്റുക. കുറച്ച് ഉപ്പിടാം നമുക്ക് വേഗം വഴന്ന് വരാൻ പറ്റില്ല. ഉള്ളി വഴന്ന് വരാം. ഇതൊന്ന് മൂടി വെക്കാം അല്ലേ? കുറച്ച് നേരം മൂടി വെക്കാം. ഇതിപ്പോൾ എത്ര നേരമായി നമ്മൾ വഴറ്റുന്നു? ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. അത് നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ബ്രൗൺ കളറായല്ലോ. അപ്പോൾ അതിനുശേഷം 3 തക്കാളി മീഡിയം സൈസ് അടച്ചു വെച്ച് വേവിക്കാം. അത് തക്കാളി കുറേശ്ശെ വഴന്നു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. എന്നിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. അതെ, ആദ്യം ഒന്ന് ഇളക്കാം. കുറച്ചും കൂടെ ഒന്ന് തക്കാളി ഒന്ന് ഉടയുന്ന വരയ്ക്കും വഴറ്റുക. അടച്ചു വെച്ചിട്ട് വഴറ്റുക. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടതൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? ഇത് ഉള്ളി, തക്കാളി, ഗരം മസാല വഴറ്റി വെച്ചത്, പിന്നെ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തിട്ട് അതിനുശേഷം ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, അതൊന്ന് അതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒരു ഗ്രീൻ ചട്നി. ഇപ്പോൾ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യണില്ലേ? ബ്രെഡ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തവയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ടോസ്റ്ററിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ലാസ്റ്റിലാണ്. അതെ, ലാസ്റ്റ് എല്ലാം. അപ്പോൾ ആ സമയത്ത് ബട്ടർ തേക്കും. അല്ലെങ്കിൽ നെയ്യ് തേക്കാം. നമുക്ക് നന്നായി സ്പ്രെഡ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ നന്നായി സ്പ്രെഡ് ചെയ്യുക. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഡിഷാണ്. അപ്പോൾ എല്ലാ വെജിറ്റേറിയൻസിനും പറ്റും. ഒരു സൈഡിൽ അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീസ് എടുത്ത് അതിൽ പുതിന ചട്നി, ഗ്രീൻ ചട്നി, അതിൻ്റെ മേലെ തക്കാളി ഉള്ളിയും കൂടെ ആക്കിയത്, തക്കാളി ഉള്ളി, ഗരം മസാല, അതെ, ആവശ്യത്തിന് ഉപ്പ്, അതെ, അത് നന്നായി സ്പ്രെഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ നമുക്ക് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ സാൻഡ്വിച്ച് റെഡിയാക്കി. എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇനി ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് സാൻഡ്വിച്ച് വെക്കാം. ആദ്യം അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് പുരട്ടാം. ബട്ടർ ആയാലും മതി. നെയ്യ് പുരട്ടിയ ഉടനെ നമുക്ക് അതൊന്ന് തിരിച്ചിടാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞ ഉടനെ നമുക്കൊന്ന് തിരിച്ചിടാം. കാരണം ആ നെയ്യുള്ള ഭാഗം ഇവിടെയും കൂടെ നെയ്യാക്കാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും. ഇനി ഒരു സൈഡ് നന്നായി ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ സൈഡും കൂടെ നമുക്ക് തിരിച്ചിടാം. ഒരു പ്രാവശ്യം കൂടെ. മനയ്ക്കൊരു മോളുണ്ട് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് അയക്കാറുണ്ടാവും. അതെ, ലഞ്ചിനൊക്കെ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ്. ലഞ്ച് ബോക്സിലേക്ക് പറ്റിയൊരു ഐറ്റമായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്ക് ആയിട്ടോ ഒക്കെ കൊടുക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഒരു സൈഡ് ടോസ്റ്റ് ആയി. നമുക്ക് അടുത്ത സൈഡ് ആയോ നോക്കാം. അടുത്ത സൈഡും ആയി. ഉടനെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്കത് വാങ്ങി സെർവ് ചെയ്യാൻ ചൂടോടെ തന്നെ. അത് നമ്മുടെ ബോംബെ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഞാനിതിൻ്റെ പുറകിലായിട്ടും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.